നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. ഈശോയുടെ പിറവി തിരുനാളിനെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിനങ്ങളിലെല്ലാം കൂടുതൽ പ്രാർത്ഥനയും നോമ്പും പരിത്യാഗങ്ങളുമായി നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാൾ ക്രിസ്തുമസിനായി നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ഒരുങ്ങുന്നു. കൃപ നിറഞ്ഞ ഈ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് തൻ്റെ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. 2023 ഈ ക്രിസ്മസ് നമുക്ക് അനുഗ്രഹമായി കർത്താവായ യേശു നൽകിയ ആ സൗജന്യ രക്ഷയുടെ അനുഭവം നമ്മിലേക്കെല്ലാം ഒഴുകപ്പെടുവാൻ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന തലത്തെക്കുറിച്ചാണ് ഇന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. അനുതാപത്തിലൂടെ അനുഗ്രഹത്തിലേക്ക്. പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ആലോചന അനുതാപത്തിലൂടെ അനുഗ്രഹത്തിലേക്ക്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു നമുക്ക് നേടിത്തന്ന സൗജന്യമായ രക്ഷ, ഈ രക്ഷ നമുക്കെല്ലാവർക്കും നൽകുവാനാണ് നമ്മെപ്പോലെ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കായി കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നത്. ഈ ക്രിസ്മസ് നമുക്ക് യഥാർത്ഥ അനുഭവമായി മാറണമെങ്കിൽ ആത്മാവ് നമ്മോട് പറയുകയാണ്, ആഴമേറിയ അനുതാപം നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ അനുതാപത്തിൻ്റെ ആഴം അനുസരിച്ചാണ് കർത്താവായി യേശു നമുക്ക് നൽകുന്ന ആ രക്ഷയുടെ സമൃദ്ധി അനുഭവിക്കുവാനും ഈ സമൃദ്ധിയിൽ ജീവിക്കുവാനും നമുക്ക് സാധ്യമാകുന്നത്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള തിരുവചനമാണ്. അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ നശിക്കും. എത്ര ഷാർപ്പാണ് കർത്താവിൻ്റെ വാക്കുകൾ! അനുതാപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അനുതാപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ ജനം അനുതാപ ഹൃദയത്തോടെ കർത്താവിനെ സ്വന്തമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുകയാണ്. ഇന്ന് അനേകം കുടുംബങ്ങളിൽ തകർച്ചയുടെ കാരണം, അനേകം വ്യക്തിജീവിതങ്ങളിൽ വിവിധങ്ങളായ അസ്വസ്ഥതകളുടെയും പലവിധ പരാജയങ്ങളുടെയും നാശത്തിൻ്റെയും അടിസ്ഥാന കാരണം സഭയിലാകട്ടെ, നമ്മുടെ സമൂഹങ്ങളിലാകട്ടെ, നമ്മളിന്ന് കാണുന്ന പല വിധത്തിലുള്ള ദുർബലതകൾക്കും അപജയങ്ങൾക്കും കാരണം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. അനുതാപം നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളായി നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്നു. എവിടെ ഹൃദയത്തിൻ്റെ കാഠിന്യമുണ്ടോ അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനമില്ല. ഹൃദയ കാഠിന്യം കർത്താവിനെ വേദനിപ്പിക്കുന്ന വലിയൊരു തിന്മയാണ്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം കഠിനമാകുമ്പോൾ അനുതാപം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് പിന്നെ നമ്മുടെ പാപങ്ങളെ ഓർത്ത്, കർത്താവിനെ വേദനിപ്പിച്ച സാഹചര്യങ്ങളെ ഓർത്ത്, സംഭവങ്ങളെ ഓർത്ത്, നമ്മളിൽ വന്നുപോയ അശുദ്ധമായ മ്ലേച്ഛമായ ദൈവവചനത്തിനെ നിരക്കാത്ത, വചനത്തോട് കാണിച്ച ലംഘനങ്ങൾ, ഇതിനെ ഓർത്ത് നമുക്കൊന്ന് ഹൃദയവേദനയോടെ യേശുവേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ പോലും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ്? നമ്മുടെ ഹൃദയം കഠിനമാകുമ്പോൾ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശമാണ്. ഈ ക്രിസ്മസ്
നമുക്ക് രക്ഷാകര അനുഭവമായി മാറണമെങ്കിൽ സഹോദരങ്ങളെ, ആഴമേറിയ അനുതാപത്തിലേക്ക് നമ്മൾ വരണം. ഈ നാളുകളിലെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്ന, എൻ്റെ ഹൃദയത്തെ ഉണർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവാലോചനയാണ് അനുതാപം, റിപ്പൻറ്റൻസ്. അനുതപിക്കുക. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത്, എൻ്റെ കുടുംബങ്ങൾ അനുതപിക്കുക, എൻ്റെ കൂട്ടായ്മകൾ അനുതപിക്കുക, എൻ്റെ ജനം അനുതപിക്കുക. അനുതാപ ഹൃദയത്തോടെ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ബ്ലെസ്സഡ് ആകുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മ ശക്തിയുടെ അനുഭവം നമുക്ക് കൂടുതൽ സ്വീകരിക്കാൻ കഴിയുന്നത്, ദിനംതോറും ദൈവകൃപയിൽ വളരാൻ കഴിയുന്നത് അനുതാപ ഹൃദയത്തോടെ നമ്മൾ കർത്താവിനെ തേടുമ്പോഴാണ്. അപ്പോസ്തല പ്രവർത്തനം 17:30 പറയുന്നു, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കർത്താവ് കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ഇപ്പോൾ അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സെന്താണ്? നമ്മെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി എന്താണ്? സകല മനുഷ്യരും അനുതപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ അനുതാപത്തിന് ദൈവസന്നിധിയിൽ വളരെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടു, വളരെ പ്രാധാന്യമുണ്ട്. നാം തിരുവചനത്തിലോട് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 11:20 യേശു താൻ ഏറ്റവും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പട്ടണങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ, അവർ അനുതപിക്കാഞ്ഞതിനാൽ ആ പട്ടണങ്ങളിലുള്ളവരെ കർത്താവ് ശാസിക്കുകയാണ്. ഇന്ന് കർത്താവ് നൽകുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളിലൂടെയും കർത്താവ് പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയുടെയും ലക്ഷ്യം എന്താണ് സഹോദരങ്ങളെ? നമ്മുടെ അനുതാപമാണ്. അനുതാപത്തിലൂടെയുള്ള നമ്മുടെ ആത്മരക്ഷയാണ്. നമ്മൾ മറന്നു പോകരുത്. അനുതപിക്കാത്തത് കൊണ്ട് കർത്താവെ ശാസിക്കാൻ തുടങ്ങി. ഇന്ന് കർത്താവ് നമ്മളെ ശാസിക്കുന്നുണ്ട്. എന്തിനെ പ്രതി? നമ്മുടെ ഹൃദയ കാഠിന്യത്തെ പ്രതി. ഇതൊരുപാട് കർത്താവിനെ സങ്കടപ്പെടുത്തുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, സ്വർഗം തരുന്ന ഈ സന്ദേശം നാം അവഗണിക്കരുത്. നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ? നമ്മുടെ തലമുറകൾ അഭിഷേക തലമുറയാകണോ? നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവകൃപയുടെ വ്യാപനം ഉണ്ടാകണമോ? നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും കർത്താവിനാൽ ആശീർവദിക്കപ്പെടണമോ? അനുതാപം, റിപ്പൻറ്റൻസ്. സ്വർഗം ആവർത്തിച്ച് നമ്മോട് പറയാ അനുതാപത്തിന്റെ ആവശ്യം. കർത്താവ് അവയെ ശാസിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, നമ്മൾ ഇത് തിരിച്ചറിയണം. സാമുവേൽ 2-ാം പുസ്തകം അവിടെ 12-ാം അധ്യായം 13-14 വചനങ്ങളിൽ കർത്താവ് തെരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ രാജാവായിരുന്നു ദാവീദ്. എന്നാൽ ജഡികാസക്തി മൂലം തൻ്റെ ശരീരത്തിൻ്റെ നൈമിഷികമായ ഭോഗേച്ഛയ്ക്ക് വേണ്ടി തൻ്റെ വിശ്വസ്ത പട്ടാളക്കാരനായ ഊറിയായുടെ ഭാര്യ ബത്ശബയെ സ്വന്തമാക്കി ബത്ശബയുമായി ദാവീദ് വ്യഭിചാരം ചെയ്യുകയാണ്. കർത്താവിന്റെ ഹൃദയത്തെ കഠിനമായി വേദനിപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ പ്രവാചകനായി നാഥാനെ വിട്ട് കർത്താവ് ദാവീദിനെ അനുതാപത്തിലേക്ക് നയിക്കുക. അവനെ തള്ളിക്കളയുന്നില്ല. 2 സാമുവേൽ 12:13 നാഥാൻ വന്ന് ദാവീദിനോട് പറയും, ദാവീദേ, നീ കഠിനമായി പാപം ചെയ്ത് കർത്താവിനെ വേദനിപ്പിച്ചു. നീ കർത്താവിനെ ഈ പാപത്തിലൂടെ അവഹേളിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും കർത്താവിനോടുള്ള അവഹേളനയാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. മാറ്റമില്ലാത്ത വചനം, പരാജയമില്ലാത്ത വചനം, നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന വചനം. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് നമ്മൾ ഏറ്റെടുക്കണം. ഓരോ പാപവും കർത്താവിനോട് നമ്മൾ കാണിക്കുന്ന അവഹേളനമാണെന്ന് വേദവസം പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് റിപ്പന്റൻസിന്റെ ആവശ്യം. നമ്മൾ അനുതാപ ഹൃദയത്തോടെ കർത്താവിന്റെ മുൻപിലേക്ക് വരണം. ലൂക്കായുടെ സുവിശേഷം 15:7 ഈശോ പറഞ്ഞില്ലേ, മറ്റെന്തിനേക്കാളും ഉപരിയായി അനുതപിക്കുന്നൊരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ ആനന്ദമുണ്ടാകുന്നു. ഹല്ലേലൂയ!
സ്വർഗത്തിന് ആനന്ദം തരുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്താ? റിപ്പൻറ്റൻസ് ആണ്, അനുതാപമാണ്. അനുതാപമില്ലാതെ, അനുതാപ ഹൃദയമില്ലാതെ, അനുതാപത്തിൻ്റെ ജീവിതമില്ലാതെ ഈശോയെ അനുഭവിക്കാൻ പറ്റുകയില്ല. ഈശോ നേടിത്തന്ന സൗജന്യ രക്ഷ, ആ രക്ഷയുടെ സമൃദ്ധി അനുഭവിക്കുവാനോ അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാനോ നമുക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവർ. അത്രയും പ്രധാനപ്പെട്ടതാണ് അനുതാപം എന്ന് പറയുന്നത്. ഈശോയുടെ വചനമാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 15:10 ഈശോ പറഞ്ഞു, അനുതപിക്കുന്ന ഒരു ആത്മാവിനെ പ്രതി ദൈവദൂതന്മാർ ആനന്ദിക്കുന്നു, സ്വർഗം മുഴുവൻ ആഹ്ലാദിക്കുന്നു. ഓ ജീസസ്, നമുക്ക് എന്തുമാത്രം പ്രത്യാശ തരുന്നൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ. ഹൃദയം കഠിനമാകരുത്. നമ്മുടെ ഹൃദയം ശിലാതുല്യമായി കല്ലുപോലെ ഉറച്ച് അനുതാപമില്ലാതെ മർക്കടമുഷ്ടിയിലും പിടിവാശിയിലും വെറുപ്പിലും വൈരാഗ്യത്തിലും മാത്സര്യ ബുദ്ധിയിലും ഈ ലോകത്തോടുള്ള ജഡമോഹങ്ങളിലും പെട്ട് നമ്മുടെ ഹൃദയം കഠിനമായി മാറരുതെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, അനുതാപത്തിന് ആവശ്യം മനസ്സിലാക്കണം. രാജാവായ ജോസിയ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 3 രാജാക്കന്മാരാണ് കർത്താവിൻ്റെ അംഗീകാരം നേടിയത്. ഒന്നാമത്തെ രാജാവ് ദാവീദാണ്, രണ്ടാമത്തെ രാജാവ് ഹെസക്കിയാണ്, മൂന്നാമത്തെ രാജാവ് ജോസിയ. ഈ ജോസിയ രാജാവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം അവിടെ 19-ഉം 20-ഉം വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും. നിരന്തരമായി ദൈവവചനത്തോട് ലംഘനം കാണിച്ച്, കർത്താവിനെ പരിത്യജിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ദൈവജനം ജീവിക്കുകയാണ്. തന്മൂലം അവരുടെ ഇടയിൽ കൊടിയ തകർച്ചകളും വിനാശങ്ങളും വരാൻ തുടങ്ങി. ജനം വലിയ 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 നാശത്തിലായി. കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കും, കൊടിയ തകർച്ച ഈ ജനത്തിന് മേൽ വരികയാണ്, അനർത്ഥങ്ങൾ വരികയാണ്. എന്തുകൊണ്ട്? അവരെന്നെ പരിത്യജിച്ചു, അവരെന്നെ ഉപേക്ഷിച്ചു, എൻ്റെ വചനങ്ങളെ ധിക്കാരപൂർവം എൻ്റെ വചനങ്ങളോട് അവർ അനുസരണക്കേട് കാണിച്ചു. തന്മൂലം വലിയ ന്യായവിധി വരിക ജനത്തിൻ്റെ മേൽ. ഈ സന്ദേശം രാജാവായ ജോസിയെ കേട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. തൻ്റെ ജനത്തിനു വേണ്ടി ഹൃദയം പൊട്ടി ജോസിയ രാജാവ് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. കർത്താവെ തെറ്റിപ്പോയി, കർത്താവെ തെറ്റിപ്പോയി, ഞങ്ങൾക്ക് കരുണ തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, കർത്താവെ കരുണ കാണിക്കണമേ. തൻ്റെ ജനത്തിനു വേണ്ടി, അകൃത്യം മൂലം നിറയപ്പെട്ട ദേശത്തിനു വേണ്ടി, വ്യക്തിപരമായി തൻ്റെ പാപങ്ങളെ ഓർത്ത്, തൻ്റെ തിന്മകളെ ഓർത്തെല്ലാം അനുതപിച്ച് നിലവിളിക്കുകയാണ് രാജാവായ ജോസിയ. സഹോദരങ്ങളെ, ഈ അനുതാപത്തിന്റെ നിലവിളി കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ചു. ശ്രദ്ധിക്കണമേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. എവിടെ അനുതാപമുണ്ടോ അവിടെ പരിശുദ്ധാത്മ പ്രവർത്തനമുണ്ട്, അവിടെ ആത്മപ്രവൃത്തിയുടെ വെളിപ്പെടലുണ്ട്, അവിടെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ട്, അവിടെ ദൈവാനുഗ്രഹത്തിന് നിറഞ്ഞൊഴുക്കുണ്ട്, ദൈവകൃപയുടെ വ്യാപനമുണ്ട്. അനുതാപത്തിന്, എൻ്റെ സഹോദരങ്ങളെ, അത്രമാത്രം ആറ്റം ബോംബിനേക്കാളും അണുബോംബിനേക്കാളും ശക്തമാണ് അനുതാപം. അനുതാപം, റിപ്പൻറ്റൻസ് മറക്കരുത്. നമ്മൾ ക്രിസ്മസ് കാലമാണ്, ഏറ്റവും യോഗ്യതയോടെ നമ്മൾ പൂർണ്ണ കുംഭസാരം നടത്തുക. നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും യോഗ്യമായ ആ പ്രസാദവരം, വരപ്രസാദത്തിൻ്റെ സമൃദ്ധിയിൽ വേണം നമ്മൾ ഈ പിറവി തിരുനാൾ ആഘോഷിക്കുവാനും അനുഭവിക്കുവാനും. കർത്താവ് ജോസിയോട് പറയും, ജോസിയ, നീ എൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ വിനീതനാക്കി അനുതപിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ അനർത്ഥങ്ങൾ, വിനാശങ്ങളെല്ലാം ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു, ഞാൻ അതെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു, നിനക്കത് കാണേണ്ടി വരികയില്ല. സഹോദരങ്ങളെ, രാജാവായ ജോസിയായുടെ അനുതാപത്തിലൂടെ, അനുതാപത്തോടുകൂടിയ നിലവിളിയിലെ കർത്താവ് കരുണ കാണിക്കുകയാണ്. ആ ജനത്തെ അനുഗ്രഹിക്കുകയാണ്, രാജ്യത്തെ അനുഗ്രഹിക്കുകയാണ്, കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അനുതാപത്തിലൂടെ അനുഗ്രഹം ആ ജനത സ്വീകരിക്കുകയാണ്. രാജാവായ ജോസിയായുടെ ഒരൊറ്റ പ്രാർത്ഥനയാണ്. നമ്മളിത് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ,
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളായി നമ്മൾ അനുതപിക്കണം. അപ്പോൾ നമ്മുടെ അകൃത്യങ്ങളെ പ്രതിയും നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് നമ്മൾ അനുതപിക്കണം. അവിടെ വന്നുപോയ വീഴ്ചകൾ, കർത്താവിനെ വേദനിപ്പിച്ച അവസ്ഥകൾ, ദൈവവചനത്തോട് കാണിച്ച ലംഘനങ്ങൾ, കർത്താവിൻ്റെ വചനത്തിനെതിരായി സംസാരിച്ചത്, കർത്താവിനെ ദുഃഖിപ്പിച്ചത്, പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തിയത്, എന്തുമാത്രം കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ഇതിനെല്ലാം ഓർത്ത് അനുദപിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. വെളിപാട് പുസ്തകം 9:21 പറയുന്നുണ്ട്, വ്യഭിചാരം, കൊലപാതകം, മന്ത്രവാദം, മോഷണം, മറ്റ് പാപങ്ങൾ എന്നിവയോർത്ത് അവർ അനുദപിച്ചില്ല. ഈ കാലഘട്ടത്തിന് വലിയ ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ, അനുതാപം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ, അനുതാപം തീർത്തും ഇല്ലാതാകുന്നൊരു തലമുറ. കർത്താവ് പറയാ, റിപ്പന്റൻസ്. എൻ്റെ മക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അനുദപിക്കുക. നിങ്ങൾ ആത്മശക്തിയുള്ളവരാകാൻ അനുദപിക്കുക. ഞാൻ നിങ്ങൾക്കായി നേടിത്തന്ന സൗജന്യ രക്ഷയിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുദപിക്കുക. അനുതാപ ഹൃദയത്തോടെ ഒരു പൂർണ്ണ കുമ്പസാരം നടത്തി വരപ്രസാദ നിറവിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ ഏറ്റവും യോഗ്യമായ വിധത്തിൽ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങാം. സ്വർഗം നൽകിയ സന്ദേശം അവഗണിക്കരുത് പ്രിയപ്പെട്ടവരെ. അനുതാപത്തിന് പ്രാധാന്യം മനസ്സിലാക്കി സകല മനുഷ്യരും അനുതാപ ഹൃദയത്തോടെ തൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പൈതലായി, ഒരു ശുശ്രൂഷകനായി മാറാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും അനുഭവിച്ച് നിരന്തരം ഈ കൃപാദാനങ്ങളിൽ വളരാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്.